ഹലോ, ജോബ്സർലൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നത് 25th നടന്ന ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാനാണ്. നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത് എന്നാണ്. ഒന്നാമത്തത്, നാണുആശാനെ അയ്യസ്വാമിക്ക് പരിചയപ്പെടുത്തിയത് ചട്ടമ്പിസ്വാമിയാണ്. 2, വേദാധികാര നിരൂപണം എന്ന പുസ്തകം എഴുതിയത് ചട്ടമ്പിസ്വാമികളാണ്. 3, പണ്ഡിറ്റ് കറുപ്പൻ്റെ നേതൃത്വത്തിലാണ് കൊച്ചിൻ പിലെ മഹാസഭ സ്ഥാപിച്ചത്. 4, വക്കം മൗലവിയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചത്. ഈ 4 സെൻറ്റൻസും കറക്റ്റാണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി മുകളിലുള്ളവയെല്ലാം കറക്റ്റാണ്. ആൻസർ സെക്കൻഡ് എന്ന് പറയുന്നത് മാച്ച് ദ ഫോളോയിങ് ആയിരുന്നു. 1, മരുതം എന്ന് പറയുന്നത് തണ്ണീർത്തട കൃഷിയാണ്. പാലായി എന്ന് പറഞ്ഞാൽ കൊള്ളയടിക്കുന്നു. മുല്ലായി എന്ന് പറഞ്ഞാൽ മൃഗസംരക്ഷണവും. നെയ്റ്റൽ എന്ന് പറയുന്നത് ഉപ്പ് നിർമ്മാണവുമാണ്. അതുകൊണ്ട് തന്നെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. 3, ഇംഗ്ലീഷുകാരില്ലാതെ ഇംഗ്ലീഷ് വരണം എന്നാണ് രാഷ്ട്രീയ സ്വരാജ് അർത്ഥമാക്കുന്നത്. ആരാണ് ഇത് വാദിച്ചത് എന്നാണ്. ഓപ്ഷൻ എ ഡോക്ടർ ബി ആർ അംബേദ്കർ, ഡി ഗാന്ധി, സി ദാദാഭായ് നവറോജി, ഓപ്ഷൻ ഡി ബാൽ ഗംഗാധര തിലക്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഗാന്ധി. 4th ക്വസ്റ്റ്യൻ, 1604 സാമുദ്രിയുമായി വ്യാപാര കരാറിൽ ഏർപ്പെട്ട ഡച്ച് ക്യാപ്റ്റൻ ആരായിരുന്നു എന്നാണ്. ഓപ്ഷൻ എ വാണ്ടർ ഗോഹൻ, ഓപ്ഷൻ ബി വാൻഡ്രഡെ, ഓപ്ഷൻ സി ഡെ ലെനോയ്, ഓപ്ഷൻ ഡി ജിങ്ഫോർഡ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ വാണ്ടർ ഗോഹൻ ആണ്. 5th ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതൊക്കെ സംഘടനകളെയാണ് അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിച്ചിരുന്നത് എന്നാണ്. ഓപ്ഷൻ 1 ജമാഅത്ത് ഇസ്ലാമി, 2 RSS, 3 ആനന്ദ് മാർഗ്, ഡി മാവോയിസ്റ്റ് CPML. ഈ 4 സ്ഥാപനത്തെയും നിരോധിച്ചിട്ടുണ്ടായിരുന്നു, സംഘടനകളെയും. ഓപ്ഷൻ ഡി മുകളിലുള്ളവയെല്ലാമാണ് ആൻസർ. 6th ക്വസ്റ്റ്യൻ, ലാഹോർ ഗൂഢാലോചന കേസിൽ 1931 മാർച്ച് 23 താഴെ പറയുന്നവയിൽ ആരാണ് തൂക്കിലേറ്റപ്പെട്ടത് എന്നാണ്. ഓപ്ഷൻ എ സൂര്യസെൻ, ഓപ്ഷൻ ബി രാജ്ഗുരു, ഓപ്ഷൻ സി ചന്ദ്രശേഖർ ആസാദ്, ഓപ്ഷൻ ഡി ഇവരാരുമല്ല. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി രാജ്ഗുരു ആണ്. 7th ക്വസ്റ്റ്യൻ, ഇന്ത്യ ഗാന്ധിക്ക് ശേഷം എന്ന പുസ്തകം എഴുതിയത് ആരാണ് എന്നാണ്. ഓപ്ഷൻ എ ബിപിൻ ചന്ദ്ര, ഓപ്ഷൻ സി രാമചന്ദ്ര ഗുഹ, ഓപ്ഷൻ സി സുമിത് സർക്കാർ, ഓപ്ഷൻ ഡി റാംജിത് ഗുഹ. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്, രാമചന്ദ്ര ഗുഹ. 8th ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയല്ലാത്തത് എന്താണ്? തെറ്റായിട്ടുള്ള സെൻറ്റൻസ് ഏതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് 1, ഫിഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് റെയിൻ ഓഫ് ടെറർ. അത് കറക്റ്റ് ആണ്. സെക്കൻഡ് സെൻറ്റൻസ്, ബ്ലഡി സൺഡേ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അത് തെറ്റാണ്, റഷ്യൻ റെവല്യൂഷനായിട്ടാണ് റിലേറ്റഡ്. 3rd ക്വസ്റ്റ്യൻ, 1688 ഇംഗ്ലണ്ടിൽ മഹത്തായ വിപ്ലവം നടന്നു. അതും കറക്റ്റായിട്ടുള്ള സെൻറ്റൻസ് ആണ്. 4th, 1949 ചൈനയിൽ ദേശീയ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു. അത് തെറ്റാണ്, 1911 തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിൽ തെറ്റായിട്ടുള്ള സെക്കൻഡ് ആൻസർ 2ഉം 4ഉം ആണ്. ഓപ്ഷൻ ബി. 9th ക്വസ്റ്റ്യൻ, ആരാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി എന്നാണ്. ഓപ്ഷൻ എ ഭൂപേഷ് ബാഗൽ, ഓപ്ഷൻ ബി ഭജൻലാൽ ശർമ്മ, ഓപ്ഷൻ സി വിഷ്ണു ഡിയോസായി, ഓപ്ഷൻ ഡി ഷിബു സൊറൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, വിഷ്ണു ഡിയോസായി. അടുത്തത്, സമീപകാല ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിൽ ഉടമ്പടി വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന UN ജനറൽ അസംബ്ലിയിലെ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്ത് താഴെ കൊടുത്തിട്ടുള്ള രാജ്യങ്ങളിൽ ഏതൊക്കെ അല്ലെങ്കിൽ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഒന്നാമത്തത് ലൈബീരിയ, 2 ഇന്ത്യ, 3 ഇസ്രയേൽ, 4 യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഇന്ത്യ മാത്രമാണ് അനുകൂലമായിട്ട് വോട്ട് ചെയ്തത്. അതുകൊണ്ട് ഓപ്ഷൻ സി ഓൺലി 2. 11th ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനങ്ങളുള്ള പ്രദേശം താഴെ പറയുന്നവയിൽ ഏതാണ് എന്നാണ്. എ ഇന്ത്യയിലെ വലിയ സമതലങ്ങൾ, ബി പശ്ചിമഘട്ടങ്ങളും പടിഞ്ഞാറൻ തീര സമതലങ്ങളും, സി ഹിമാലയൻ പ്രദേശം, ഡി പെനിൻസുല പീഠഭൂമിയും കുന്നുകളും. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, പെനിൻസുല പീഠഭൂമിയും കുന്നുകളും. 12th ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധാപൂർവം വായിക്കുക. ഇവയിൽ ഏതാണ് ശരി എന്നാണ് ചോദ്യം. ഒന്നാമത്തത്, അവശിഷ്ട പാറകൾ മടക്കിക്കളയുന്നത് മൂലമാണ് മടക്ക് പാറകൾ രൂപപ്പെടുന്നത് എന്നാണ്. രണ്ടാമത്തെ, യൂറലുകളും അപ്പലാച്ചിയൻസും പഴയ മടക്ക് പർവ്വതങ്ങളുടെ ഉദാഹരണങ്ങളാണ്. 3, ആൻഡിസും ഹിമാലയവും ഇളം മടക്ക് മലകളുടെ ഉദാഹരണങ്ങളാണ്. ഈ 3 സെൻറ്റൻസ് ശരിയാണ്. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ.
13th ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക. ഇവയിൽ ഏതാണ് ശരി എന്നുള്ളതാണ്. ഒന്നാമത്തത്, വടക്കൻ അർദ്ധഗോളത്തിലെ ശീതകാല ആർദ്രതകൾക്കും വസന്ത വിഷുവത്തിനും ഇടയിൽ ഭൂമി പെരിഹേലിയൻ ആയിരിക്കുന്ന ദിവസം സംഭവിക്കുന്നു. രണ്ടാമത്തത്, ജൂലൈ 4 അതിനടുത്തോ ആണ് സൂര്യൻ ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെയുള്ളത്. മൂന്നാമത്തത്, വേനൽ മുതൽ ശീതകാലം വരെയുള്ള കാലാനുസൃതമായ മാറ്റം ഭൂമിയുടെ ഭ്രമണ അച്ചുതണ്ടിന്റെ പരിക്രമണ തലത്തിലേക്ക് ഉള്ള ചായ്വാണ്. ഈ 3 സെൻറ്റൻസും കറക്റ്റ് ആണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 14th ക്വസ്റ്റ്യൻ, പാമ്പാടുംചാല ദേശീയ ഉദ്യാനം ഏത് ജില്ലയിലാണ് എന്നാണ്. ഓപ്ഷൻ എ വയനാട്, ഓപ്ഷൻ ബി ഇടുക്കി, ഓപ്ഷൻ സി പത്തനംതിട്ട, ഓപ്ഷൻ ഡി കൊല്ലം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇടുക്കി. സമുദ്രങ്ങളിലെ സൂക്ഷ്മജീവികളെക്കുറിച്ചും അന്തരീക്ഷത്തിലെ സൂക്ഷ്മകണങ്ങളെക്കുറിച്ചും പഠിക്കാൻ 2024 ഫെബ്രുവരി 8 പീസ് എന്ന പേരുള്ള ഒരു ഉപഗ്രഹം നാസ വിക്ഷേപിച്ചു. ഈ പീസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ്. ഓപ്ഷൻ എ പ്ലാങ്ക്ടോൺ, എറോസൽ, ക്ലോഡ്, ഓഷ്യൻ എക്കോസിസ്റ്റം. ഓപ്ഷൻ ബി പ്ലാങ്ക്ടോൺ, എറോസൽ, ക്ലോഡ് എക്കോസിസ്റ്റം. ഓപ്ഷൻ സി പ്ലാങ്ക്ടോൺ, ആൽഗോ, ക്ലോഡ്, ഓഷ്യൻ എക്കോസിസ്റ്റം. ഓപ്ഷൻ ഡി പ്ലാങ്ക്ടോൺ, അറ്റോമിസർ, ക്ലോഡ്, എക്കോസിസ്റ്റം. സോ ഇത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. പീസ് എന്ന് പറയുമ്പം പ്ലാങ്ക്ടോൺ, എറോസൽ, ക്ലോഡ്, ഓഷ്യൻ എക്കോസിസ്റ്റം ആണ്. 16th ക്വസ്റ്റ്യൻ, GST കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് തെറ്റ് എന്നാണ്. സോ ഒന്നാമത്തത്, GST കൗൺസിലിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിയും ഉൾപ്പെടുന്നു. സോ ഇത് തെറ്റായിട്ടുള്ള സെൻറ്റൻസ് ആണ്. നമ്മുടെ ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മിനിസ്റ്റേഴ്സ് ആയിരിക്കും കൂടുതലും വരുന്നത്. ടോട്ടൽ 33 മെമ്പേഴ്സാണ് നമ്മുടെ GST കൗൺസിലിനുള്ളത്. സെക്കൻഡ്, പരോക്ഷ നികുതി സംബന്ധിച്ച് കൽക്കട്ട ടാക്സ് ഫോഴ്സ് ആദ്യമായി ഇന്ത്യയിൽ രാജ്യവ്യാപക GST എന്ന ആശയം മുന്നോട്ട് വെച്ചു. അത് കറക്റ്റായിട്ടുള്ള സെൻറ്റൻസ് ആണ്. അടുത്ത, ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് GST കൗൺസിൽ അധ്യക്ഷൻ. അത് തെറ്റായിട്ടുള്ള സെൻറ്റൻസ് ആണ്. കറക്റ്റ് ആയിട്ടുള്ള അധ്യക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ആണ്, യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ. 17th ക്വസ്റ്റ്യൻ, RBIയുടെ മോണിറ്ററി പോളിസിയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നാണ്. ഒന്നാമത്തത്, RBI 6 മാസത്തിലൊരിക്കൽ മോണിറ്ററി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കും. അത് ശരിയാണ്. രണ്ടാമത്തത്, RBI ഗവർണറാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ. കറക്റ്റ് ആണ്. അടുത്ത, MPCയിൽ 7 അംഗങ്ങളാണുള്ളത്. അത് തെറ്റാണ്. MPCയിൽ 6 അംഗങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് ഓപ്ഷൻ 1 and 2 ആണ് കറക്റ്റ്. ഓപ്ഷൻ എ. 18ാമത്തത്, ഓട്ടോമാറ്റിക് ഫിസിക്കൽ സ്റ്റെബിലൈസേഴ്സ് എന്നാൽ എന്താണെന്നാണ്. ഓപ്ഷൻ എ, വരുമാനത്തിന്റെ നിലയ്ക്ക് വ്യത്യാസം വരുമ്പോൾ നികുതിക്കും ഗവൺമെന്റ് ട്രാൻസ്ഫർ പേയ്മെന്റ്സിനും ഉണ്ടാകുന്ന മാറ്റം. രണ്ടാമത്തെ ഓപ്ഷൻ ബി, നികുതി നിരക്കിനും ഗവൺമെന്റ് ട്രാൻസ്ഫർ പേയ്മെന്റ്സിനും മാറ്റം വരുന്നത് മൂലം വരുമാനത്തിന്റെ നിലയ്ക്ക് വരുന്ന മാറ്റം. ഓപ്ഷൻ സി, പൊതുവരുമാനത്തിന്റെ അഥവാ റവന്യൂവിന്റെ വർധനവിന് കാരണമാകുന്ന വേരിയബിൾ. ഓപ്ഷൻ ഡി, വരുമാന വർധനവ് മൂലം ഉണ്ടാക്കുന്ന സർക്കാരിന്റെ ചിലവിലെ മാറ്റങ്ങൾ. ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ഫിസിക്കൽ സ്റ്റെബിലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ വരുമാനത്തിന്റെ വിലയ്ക്ക് വ്യത്യാസം വരുമ്പോൾ നികുതിക്കും ഗവൺമെന്റ് ട്രാൻസ്ഫർ പേയ്മെന്റ്സിനും ഉണ്ടാകുന്ന മാറ്റമാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. 19th ക്വസ്റ്റ്യൻ, സിസ്റ്റം ഓഫ് നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് പ്രകാരം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി എന്നുള്ളതാണ് ചോദ്യം. ഒന്നാമത്തത്, ഗ്രോസ് നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ GDP പ്ലസ് റെസ്റ്റ് ഓഫ് ദി വേൾഡ് ലഭിക്കേണ്ടുന്ന പ്രൈമറി വരുമാനം മൈനസ് റെസ്റ്റ് ഓഫ് ദ വേൾഡിന് നൽകേണ്ട പ്രൈമറി വരുമാനം. അത് കറക്റ്റ് ആണ്. ഓപ്ഷൻ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ഗ്രോസ് നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറഞ്ഞാൽ ഈ ഗ്രോസ് നാഷണൽ ഇൻകം പ്ലസ് കറന്റ് ട്രാൻസ്ഫേഴ്സ് റിസീവബിൾ മൈനസ് കറന്റ് ട്രാൻസ്ഫേഴ്സ് പേബിൾ ആണ്. സോ ഇതെല്ലാം കറക്റ്റ് ആണ്. സെക്കൻഡ് സെൻറ്റൻസും കറക്റ്റ് ആണ്. തേർഡ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഗ്രോസ് നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം എന്നതിനെ ഗ്രോസ് സേവിങ്സ് എന്നും ആയും ഫൈനൽ കൺസപ്ഷൻ ആയും തരംതിരിക്കുന്നു. അത് കറക്റ്റ് ആണ്. സോ ഈ 3 സെൻറ്റൻസും കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി. 20th ക്വസ്റ്റ്യൻ, പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം 2023-24 യൂണിയൻ ഗവൺമെന്റിന്റെ ഫിസിക്കൽ ഡെഫിസിറ്റ് എത്രയാണ് എന്നാണ്. ഓപ്ഷൻ എ 5.9, ഓപ്ഷൻ ബി 5.1, ഓപ്ഷൻ സി 5.8 ആൻഡ് ഓപ്ഷൻ ഡി 6.4. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, 5.8. 21st ക്വസ്റ്റ്യൻ, 1949 നവംബർ 26 മുതൽ പ്രാബല്യത്തിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ താഴെ പറയുന്ന വ്യവസ്ഥകൾ ഏതാണ് എന്നാണ്. ഓപ്ഷൻ എ മൗലികാവകാശം, ഓപ്ഷൻ ബി നിർദ്ദേശക തത്വം, ഓപ്ഷൻ സി പൗരത്വം, ഓപ്ഷൻ ഡി അടിയന്തര വ്യവസ്ഥ.
കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് പൗരത്വം. 22 താഴെ പറയുന്നവയിൽ ഏതാണ് വിദേശികൾക്ക് ലഭ്യമായ മൗലികാവകാശം എന്നാണ്. ഓപ്ഷൻ എ ആർട്ടിക്കിൾ 14, ബി ആർട്ടിക്കിൾ 15, സി ആർട്ടിക്കിൾ 16 ആൻഡ് ഡി ആർട്ടിക്കിൾ 19. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് ആർട്ടിക്കിൾ 14, റൈറ്റ് ടു ഇക്വാലിറ്റി. സോ 24th ക്വസ്റ്റ്യൻ, ആർട്ടിക്കിൾ 352 പ്രകാരം ഇന്ത്യ രണ്ടാമത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടന്നത് എപ്പോഴാണ് എന്നാണ്. ഓപ്ഷൻ എ 1962, ഓപ്ഷൻ ബി 1971, ഓപ്ഷൻ സി 1972 ആൻഡ് ഓപ്ഷൻ ഡി 1975. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് 1971. താഴെ പറയുന്ന ഇനങ്ങളിൽ ഏതാണ് 7ാം ഷെഡ്യൂളിന്റെ കൺകറന്റ് ലിസ്റ്റിലുള്ളത് എന്നാണ്. എ പോസ്റ്റുകളും ടെലിഗ്രാഫും, ബി പോലീസ്, സി പൊതുജന ആരോഗ്യവും ശുചിത്വവും, ഡി സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും. സോ ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഡി സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും ആണ്. 25th ക്വസ്റ്റ്യൻ, ഇന്ത്യ ആദ്യ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചപ്പോൾ റിപ്പബ്ലിക് ദിന പരേഡിലെ മുഖ്യ അതിഥി ആരാണ് എന്നാണ്. ഓപ്ഷൻ എ അമേരിക്കയുടെ പ്രസിഡന്റ് ഹാരി ട്രൂമാൻ, ഓപ്ഷൻ ബി ഫ്രാൻസിന്റെ പ്രസിഡന്റ് വിൻസെന്റ് ഓറിയോൾ, ഓപ്ഷൻ സി ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് സുകാർണോ, ഓപ്ഷൻ ഡി സോവിയറ്റ് യൂണിയൻ പ്രസിഡന്റ് ജോസഫ് സ്റ്റാലിൻ. സോ ഇത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് സുകാർണോ. 26th ക്വസ്റ്റ്യൻ, ഇക്രാന്തി എന്ന പദം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഓപ്ഷൻ എ ഇലക്ട്രോണിക്സ് വ്യവസായത്തിന്റെ ഓട്ടോമേഷൻ, ബി സേവനങ്ങളുടെ ഇലക്ട്രോണിക്സ് ഡെലിവറി, ഓപ്ഷൻ സി ഡിജിറ്റൽ ബ്രോഡ്ബാൻഡ് ആക്സസ്, ഡി സോളാർ ഇലക്ട്രിക് പദ്ധതി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് സേവനങ്ങളുടെ ഇലക്ട്രോണിക് ഡെലിവറി. 27th ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ആരാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർക്കുള്ള സെലക്ഷൻ കമ്മിറ്റിയിലെ അംഗം എന്നാണ്. എ ലോക്സഭ സ്പീക്കർ, ബി ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി, സി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്, ഡി ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്. 28th ക്വസ്റ്റ്യൻ, ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 പ്രകാരം താഴെ പറയുന്നവയിൽ ആരാണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ അധ്യക്ഷൻ എന്നാണ്. എ പ്രധാനമന്ത്രി, ബി ഇന്ത്യൻ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന ഏതൊരു വ്യക്തിയും, സി കേന്ദ്ര സർക്കാരിലെ ഉപഭോക്തൃ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രി, ഡി കേന്ദ്ര സർക്കാർ ധനകാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രി. സോ ഇത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കേന്ദ്ര സർക്കാരിൽ ഉപഭോക്തൃ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രിയാണ് നമ്മുടെ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ അധ്യക്ഷൻ. 29th ക്വസ്റ്റ്യൻ, സംസ്ഥാന സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയല്ലാത്തത് എന്നാണ്. സോ ഒന്നാമത്തത് പബ്ലിക് സർവീസ് കമ്മീഷനുകളെ ഉപദേശക സ്ഥാപനങ്ങളാണ്. രണ്ടാമത്തത് പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ ഇന്ത്യൻ പ്രസിഡന്റിന് മാത്രമേ നീക്കം ചെയ്യാൻ കഴിയൂ. മൂന്നാമത്തത് കമ്മീഷൻ അംഗത്തിന്റെ സേവന കാലാവധി നിശ്ചയിച്ചിട്ടുള്ളതാണ്. നാലാമത്തത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ സംസ്ഥാന നിയമസഭയ്ക്ക് നീക്കം ചെയ്യാം. സോ നാലാമത്തെ സെന്റൻസ് ആണ് ശരിയല്ലാത്തത്. 30th ക്വസ്റ്റ്യൻ, എപ്പോഴാണ് ഇന്ത്യയിൽ അവസാനമായി സെൻസസ് നടന്നത് എന്നാണ്. ഓപ്ഷൻ എ 2021, ബി 2011, 2010 ആൻഡ് 2001. ഇതിലെ കറക്റ്റ് ആൻസർ 2011 ആണ് ഓപ്ഷൻ ബി. 31, ഇന്ത്യയുടെ രത്നം എന്ന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്നാണ്. എ കേരളം, ബി കാശ്മീർ, സി ഹിമാചൽ പ്രദേശ്, ഡി മണിപ്പൂർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് മണിപ്പൂർ. ജയ് ജവാൻ ജയ് കിസാൻ ആരുടെ മുഖ്യവാക്യമായിരുന്നു എന്നാണ്. എ സുഭാഷ് ചന്ദ്രബോസ്, ബി ഇന്ദിരാഗാന്ധി, സി ലാൽ ബഹദൂർ ശാസ്ത്രി, ഡി NG രംഗ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ലാൽ ബഹദൂർ ശാസ്ത്രി. 33rd ക്വസ്റ്റ്യൻ, NV കൃഷ്ണവാര്യരുടെ അഭിപ്രായത്തിൽ അസീറിയയിലെ നിവയുടെ ഇന്ത്യൻ സാഹിത്യനാമം ഏതാണ് എന്നാണ്. എ ശക്തിപുരം, ബി ശോണിതപുരം, സി ഹസ്തിനപുരി, ഡി ആനന്ദപുരി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ശോണിതപുരം. 34th ക്വസ്റ്റ്യൻ, 1995 ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ആരാണ് എന്നാണ്. എ UR ആനന്ദമൂർത്തി, ബി MT വാസുദേവൻ നായർ, സി ONV കുറുപ്പ്, ഡി മഹാശ്വേത ദേവി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് MT വാസുദേവൻ നായർ. 35th ക്വസ്റ്റ്യൻ, ജ്ഞാനപ്പാനയുടെ രചയിതാവ് ആരാണ് എന്നാണ്. എ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട്, ബി വള്ളത്തോൾ, സി ചെറുശ്ശേരി, ഡി പൂന്താനം.
കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, പൂന്താനം നമ്പൂതിരിയാണ് കറക്റ്റ് ആൻസർ. 36ാമത്തെ ക്വസ്റ്റ്യൻ, പരമ്പരാഗത നാടോടി നൃത്തമായ ഘൂമർ അറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണെന്നാണ്. എ ഗുജറാത്ത്, ബി രാജസ്ഥാൻ, സി മധ്യപ്രദേശ് ആൻഡ് ഡി മഹാരാഷ്ട്ര. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, രാജസ്ഥാനാണ്. ചിൽഡ്രൻസ് ഫിലർ സൊസൈറ്റി ഓഫ് ഇന്ത്യ എപ്പോഴാണ് സ്ഥാപിതമായത് എന്നാണ് ചോദ്യം. എ 1965 മാർച്ച് 11, ബി 1956 ജൂലൈ 21, സി 1966 സെപ്റ്റംബർ 21 ആൻഡ് ഡി 1955 മെയ് 21. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1955 മെയ് 21. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച രാജാവ് ആരാണെന്നാണ്. ഓപ്ഷൻ എ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ, ഓപ്ഷൻ ബി മാർത്താണ്ഡവർമ്മ, ഓപ്ഷൻ സി വിശാഖം തിരുനാൾ രാമവർമ്മ, ഓപ്ഷൻ ഡി ശ്രീമൂലം തിരുനാൾ രാമവർമ്മ. കറക്റ്റ് ആൻസർ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. 7th ക്വസ്റ്റ്യൻ, 2026 ശൈത്യകാല ഒളിമ്പിക്സ് എവിടെയാണ് നടക്കുന്നത് എന്നാണ്. ഓപ്ഷൻ എ പാരീസ്, ഓപ്ഷൻ ബി ഗാർമിഷ് പാർട്ടൻകിസ്റ്റൺ, ഓപ്ഷൻ സി മിലാനും കോർട്ടിന ഡി അംബെസോയം ആൻഡ് ഡി ബ്രിസ്ബെൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, മിലാനും കോർട്ടിന ഡി അംബെസോയം. 40th ക്വസ്റ്റ്യൻ, ഏത് സാഹിത്യകൃതിയിൽ താഴെ പറയുന്ന വഴികൾ അടങ്ങിയിരിക്കുന്നു എന്നാണ്. മനസ്സ് ഭയമില്ലാത്തതും തല ഉയർത്തിപ്പിടിക്കുന്നതുമായിടത്ത്, അറിവ് സ്വതന്ത്രമായിടത്ത്, ഇടുങ്ങിയ ഗാർഹിക മതിലുകളാൽ ലോകം ശിഥിലമായിട്ടില്ലത്തിടത്ത്, സത്യത്തിന്റെ ആഴത്തിൽ നിന്ന് വാക്കുകൾ പുറപ്പെടുന്നിടത്ത്, അശ്രാന്ത പരിശ്രമം പൂർണ്ണതയിലേക്ക് കരങ്ങൾ നീട്ടുന്നിടത്ത്. സോ ഇത് കറക്റ്റ് ആൻസർ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏത് അടങ്ങിയിരിക്കുന്നത്, ഈ വരികൾ എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത് എന്നായിരുന്നു ചോദ്യം. ഓപ്ഷൻ എ ദി ഗുഡാർത്ത്, ഓപ്ഷൻ ബി ലളിത് ദോ മാനസ്, ഓപ്ഷൻ സി ഗീതാഞ്ജലി, ഓപ്ഷൻ ഡി മാണ്ഡവ്യം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഗീതാഞ്ജലി. താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻപുട്ട് ഉപകരണം എന്നാണ് ചോദ്യം. എ സ്പീക്കർ, ബി മോണിറ്റർ, സി പ്രിന്റർ, ഡി സ്കാനർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, സ്കാനർ ആണ്. 42nd ക്വസ്റ്റ്യൻ, ഡാഷ് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് എന്നാണ്. എ വേർഡ് പ്രോസസ്സർ, ബി വിൻഡോസ്, സി ലിനക്സ്, ഡി യൂണിക്സ്. കറക്റ്റ് ആൻസർ എ വേർഡ് പ്രോസസ്സർ ആണ് കറക്റ്റ് ആൻസർ. 43rd ക്വസ്റ്റ്യൻ, ഒരു വലിയ ഭൂമിശാസ്ത്രമായ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന ശൃംഖലയെ ഡാഷ് എന്ന് വിളിക്കുന്നു. എ ലാൻ, ബി പാൻ, ഓപ്ഷൻ സി വാൻ ആൻഡ് ബി ഡി ബസ് നെറ്റ്വർക്ക്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, വൈഡ് ഏരിയ നെറ്റ്വർക്ക് വാൻ. 43rd ക്വസ്റ്റ്യൻ, ഒരു വലിയ ഭൂമിശാസ്ത്രമായ പ്രദേശത്ത് വ്യാപിച്ചെടുക്കുന്ന ശൃംഖലയെ എന്ത് വിളിക്കുന്നു? അത് ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്താണ്, വാനാണ് കറക്റ്റ് ആൻസർ. 44th ക്വസ്റ്റ്യൻ, ഒരു വെബ് പേജ് കാണാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. എ ഇമെയിൽ, ബി ബ്രൗസർ, സി HTML, ഡി സ്പ്രെഡ്ഷീറ്റ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ബ്രൗസർ. ഐടി ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണെന്നാണ്. എ 2001, ബി 2002, സി 1999, ഡി 2000. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, 2000. 46th ക്വസ്റ്റ്യൻ, സൂര്യന്റെ ഉപരിതലത്തിൽ നിന്ന് ഭൂമിയിലേക്ക് സഞ്ചരിക്കാൻ സൂര്യപ്രകാശം എടുക്കുന്ന സമയമാണ്. എ 8.3 സെക്കൻഡ്, ബി 8.3 മിനിറ്റ്, സി 9.3 അവേഴ്സ്, ഡി 9.3 മിനിറ്റ് ആണ്. കറക്റ്റ് ആൻസർ 8.3 മിനിറ്റ്. 47th ക്വസ്റ്റ്യൻ, ലാർജ് ഹാഡ്രോൺ ക്ലോറൈഡിന്റെ പ്രാഥമിക ലക്ഷ്യം എന്താണെന്നാണ്. സോ ലാർജ് ഹാഡ്രോൺ ക്ലോറൈഡർ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ജ്യോതിശാസ്ത്ര പഠനം, ഓപ്ഷൻ ബി കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ചുള്ള അന്വേഷണം, ഓപ്ഷൻ സി കണികാ ഭൗതിക ഗവേഷണം, ഓപ്ഷൻ ഡി ആഴക്കടൽ ആവാസ വ്യവസ്ഥയുടെ പര്യവേക്ഷണം. സോ ഇതിനകത്ത് LHC എന്ന് പറഞ്ഞ് യൂസ് ചെയ്യുന്നത് കണികാ ഭൗതിക ഗവേഷണത്തിനാണ്. 40th ക്വസ്റ്റ്യൻ, സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ഊർജ്ജ ഉൽപാദനം ഡാഷ് വഴിയാണ് എന്നാണ്. ഓപ്ഷൻ എ ആൽഫക്ഷയം, ഓപ്ഷൻ ബി ബീറ്റക്ഷയം, ഓപ്ഷൻ സി ആണ് വിഘടനം, ഓപ്ഷൻ ഡി ആണ് സംയോജനം. കറക്റ്റ് ഓപ്ഷൻ ഡി ആണ് സംയോജനം. 49th ക്വസ്റ്റ്യൻ, ജീവജാലങ്ങൾക്ക് ഭക്ഷണത്തിൽ നിന്നും ഊർജ്ജം ലഭിക്കുന്ന പ്രക്രിയ ഏതാണ് എന്നാണ്. ഓപ്ഷൻ എ ഫോട്ടോസിന്തസിസ്, ബി കോശശ്വസനം, സി മെറ്റോസിസ് ആൻഡ് ഡി മയോസിസ്. കറക്റ്റ് ആൻസർ ഡി ആണ്, കോശശ്വസനം. അടുത്ത 50th ക്വസ്റ്റ്യൻ,
COP22 UN കാലാവസ്ഥ വ്യതിയാന സമ്മേളനത്തിൽ ഏത് നഗരത്തിൽ വെച്ചിട്ടാണ് നടന്നത് എന്നാണ്. എ മുംബൈ, ബി ഡൽഹി, സി ബാംഗ്ലൂർ ആൻഡ് ഡി ദുബായ് UAE. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ദുബായ് UAE. സോ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ആണ്. വൺ മസ്റ്റ് ഡു ഡാഷ് വർക്ക് എന്നാണ്. സോ ഇവിടെ 1 വന്നതുകൊണ്ട് തന്നെ വൺസ് വർക്കാണ് കറക്റ്റ് ആൻസർ. അടുത്ത ഐഡൻറ്റിഫൈ കറക്റ്റ് സ്പെല്ലിംഗ് ആണ്. അക്വൻറ്റൻസിൻ്റെ ആണ് കറക്റ്റ്. അത് ACQUAINTANCE ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ പ്രോപ്പർ സീക്വൻസ് ആൻഡ് മാർക്ക് ദി ആൻസർ. ദ മെജസ്റ്റിക് മഹാഗണി ടേബിൾ. സോ ഇങ്ങനെയുള്ള സെൻറ്റൻസ് വരുമ്പോൾ നിങ്ങളിത് വായിച്ച് നോക്കുക, അപ്പം നിങ്ങൾക്ക് കറക്റ്റ് ഓർഡർ ലഭിക്കുന്നതാണ്. സോ ഇത് തന്നെ, ദ മെജസ്റ്റിക് മഹാഗണി ടേബിൾ വിച്ച് ഹാഡ് 1 leg missing belongs to an old king who is now impoverished but not without some pride. അതാണ് കറക്റ്റ്. അതായത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേർഡ് ഫോർ ദി ഫോളോയിങ് ആണ്. റൈസിങ് എയർ ടെമ്പറേച്ചർ ഡാഷ് ദ ഫിസിക്കൽ നേച്ചർ ഓഫ് അവർ റെഫിനേഷൻ. ഇപ്പം നമ്മൾ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള വാക്കെന്ന് പറയുന്നത് അഫക്റ്റ് ആണ്. ഫിസിക്കൽ നേച്ചർ ഓഫ് അവർ നേഷനെ ടെമ്പറേച്ചറിൻ്റെ റൈസ് അഫക്റ്റ് ചെയ്യാണ് ചെയ്യുക. സോ ഐഡൻറ്റിഫൈ ദ സിനോണിം ഫോർ വെനറേറ്റ് ആണ്. സോ അതിൻ്റെ സിനോണിം എന്ന് പറയുന്നത് റെസ്പെക്റ്റ് ആണ് കറക്റ്റ് ആൻസർ. 76th ക്വസ്റ്റ്യൻ, ആന്റോണിം ഫോർ ഇമാസിയേഷൻ ആണ്. സോ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇൻവിഗോറേഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്പോസിറ്റ്. 77th ക്വസ്റ്റ്യൻ, ബ്ലഡ് അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് എന്നുള്ളതിൻ്റെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന റിലേറ്റഡ് വേർഡ്സ് ആണ്. എ സ്കാം ക്ലാരിറ്റി, ബി അബൈറ്റ്മെന്റ് സിഗ്നിഫിക്കൻറ്റ്, സി ഡേഞ്ചറസ് എഡ്യൂക്കേറ്റ്, ഡി മഡിൽഡ് അൺക്ലിയർ. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി മഡിൽഡ് unclear. 78th question, a large dark grey cloud that brings rain or snow is called. അതായത് നമുക്ക് മഴയോ സ്നോ ഒക്കെ തരുന്ന ക്ലൗഡ്സിനെ പറയുന്നത് നിംബസ് എന്നാണ്. അടുത്തത് ടെഡിയൻ ടു ഹാവ് ആൻ ആക്സ് ടു ഗ്രൈൻഡ് മീൻസ് എന്താണെന്നാണ്. സോ അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ടു ഹാവ് എ സെൽഫിഷ് ഇൻട്രസ്റ്റ് ടു സെർവ് ആണ്. ഐ ഡാഷ് ടു ദ മാർക്കറ്റ് വിത്ത് മൈ ഫ്രണ്ട്സ് നൗ. നൗ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ പ്രസൻ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. സോ ഐ ആം ഗോയിങ് ആണ് കറക്റ്റ് ആൻസർ. ദിസ് ബ്രാൻഡ് ഓഫ് ഫർണിച്ചർ ഇസ് ഡാഷ് എനി അതർ ബ്രാൻഡ് ഓഫ് ഫർണിച്ചർ ഇൻ ദ മാർക്കറ്റ് ആണ്. സോ ഇത് കറക്റ്റ് എന്ന് പറഞ്ഞാൽ ദിസ് ബ്രാൻഡ് ഓഫ് ഫർണിച്ചർ ഇസ് കോസ്റ്റ്ലിയർ ദാൻ എനി അതർ ബ്രാൻഡ് ഓഫ് ഫർണിച്ചർ ഇൻ ദ മാർക്കറ്റ് എന്നാണ് കറക്റ്റ് ആൻസർ. ഷീ എഗ്രീഡ് ഡാഷ് വാട്ട് എവർ കണ്ടീഷൻസ് ആർ പുട്ട് ബിഫോർ ഹർ ആണ്. ഷീ എഗ്രീഡ് ടു ആണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. സോ ഡിസ്പൈറ്റ് ബീയിങ് ദി ഡാഷ് പാർട്ട്ണർ ഇൻ ദ റിലേഷൻഷിപ്പ്, ദി ഫ്രാഞ്ചൈസർ ഡസ് നോട്ട് ആൾവേസ് ഹാവ് ഓൾ ദി ഡാഷ് എന്നാണ്. സോ ഇതിന് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള വേർഡ് വരുന്നത് ഓപ്ഷൻ ഡി ഡോമിനന്റ് അഡ്വാൻറ്റേജസ് ആണ്. We are happy that our Chief Minister with the members of his cabinet dash to be present in the function. So ഇത് പ്രസൻറ്റിൽ വരുന്നതുകൊണ്ടാണ് സി ആണ്, സിംഗുലർ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. No sooner had she entered the room dash and everybody began to make sound then the lights went out ആണ്. So the option D ആണ് correct answer. We met her immediately after the session in which she dash a nice speech. So ഇത് past ആയിട്ടുള്ളതാണ്. So she had given ആണ് correct answer option B. 87th question, the guests admired my paintings but they dash my writings. അവർക്ക് പെയിൻറ്റിങ്സ് ഇഷ്ടമായി പക്ഷെ റൈറ്റിങ്സ് ഇഷ്ടമായില്ലെന്നാണ്. സോ സീം ടു ഹാവ് ഡിസ്ലൈക്ഡ് മൈ റൈറ്റിങ്സ്. ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് സെൻറ്റൻസ് ആണ്. ഐ തിങ്ക് ഹിം ആസ് എ സിലി ബോയ്. I think him as to be a silly boy. I think to be him as a silly boy. I think him a silly boy. I think him a silly boy ആണ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് സെൻറ്റൻസ്. Ornithology means study of birds, study of animals, study of matter, study of organ. കറക്റ്റ് ആൻസർ സ്റ്റഡി ഓഫ് ബേർഡ്സ് ആണ്. ആൾട്ടർനേറ്റീവ് വേർഡ് ഫോർ ഡിസ്റ്റേസ്റ്റ്ഫുൾ ആണ്. നോട്ട് ഡെലിഷ്യസ്, ടേസ്റ്റ്ലെസ്, അൺപ്ലസൻറ്റ്, ആർ യൂസ്ലെസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി അൺപ്ലസൻറ്റ് ആണ്. ശരിയായ പദം തിരഞ്ഞെടുക്കുക എന്നുള്ളതായിരുന്നു കറക്റ്റ്. ആരോഗ്യ ശരീരം ആയിരുന്നു കറക്റ്റ് വാക്ക്. അതിൻ്റെ കറക്റ്റ് എഴുതുന്നത് നമ്മൾ ആരോഗ്യ ശരീരം എന്നാണ്. സോ ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള വർക്ക്ഡ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അതുപോലെ തന്നെ 92 എന്ന് പറയുന്നത് പൊട്ടെ പ്ലസ് അവൻ ചേർത്ത് എഴുതിയാൽ എന്തിനാണെന്നാണ്.
പോട്ടവൻ, പോട്ടയവൻ അങ്ങനെ 2 സെൻറ്റൻസ് വാക്കുകളായിരുന്നു. സോ ഇത് 2 ശരിയാണ്. ഇനി അടുത്തത് കാട്ടിനെ എങ്ങനെ പിടിച്ചെഴുതാമെന്നാണ്. സോ കാട്ടി പ്ലസ് എങ്ങനെയാണ് കറക്റ്റ് ഓപ്ഷൻ എ. 94 തെറ്റില്ലാത്ത വാക്യം തിരഞ്ഞെടുക്കുക. ഭാരതീയർ എല്ലാവരും സ്നേഹാദര ഭാവത്തോടു കൂടി വർത്തിക്കണം എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ളത്. അത് ഓപ്ഷൻ ബി ആണ്. ഇത് സ്പെല്ലിംഗ് ചെക്ക് ചെയ്യുക. 95 നോ ആക്ഷൻ സീംസ് ടു ബി കോൾഡ് ഫോർ ഓൺ അവർ പാർട്ട് എന്നതിന് യോജിച്ച മലയാള വിവർത്തനം നടത്തുകയാണ്. ഓപ്ഷൻ എ നമ്മുടെ ഭാഗത്തു നിന്ന് എടുത്ത നടപടി ഉചിതമായി തോന്നുന്നില്ല. ഓപ്ഷൻ ബി നമ്മുടെ ഭാഗത്തു നിന്ന് പ്രവൃത്തി എടുക്കാൻ വിളിച്ചതായി കാണുന്നില്ല. സി നമ്മുടെ ആവശ്യപ്പെട്ടതിന് ഒരു പ്രതികരണവും ഉണ്ടായതായി കാണുന്നില്ല. ഡി നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നടപടി എടുക്കേണ്ടതായി തോന്നുന്നില്ല. സോ ഡി ആണ്, നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നടപടി എടുക്കേണ്ടതായിട്ട് തോന്നുന്നില്ല. 96 തേൻ എന്നർത്ഥം വരുന്ന പദം എഴുതുക എന്നാണ്. മധുഭ്രം, മധുപം, മദ്യകം, മധുവിലി. കറക്റ്റ് ആൻസർ മധുവിലിയാണ്, ഓപ്ഷൻ ഡി. 97 കൊത്തുകൊണ്ട് പറക്കാനും വയ്യ, ഇട്ടിച്ച് പോകാനും വയ്യ എന്ന സമാന സന്ദർഭത്തിൽ പ്രയോഗിക്കാവുന്ന പഴഞ്ചൊല്ല് ഏത് എന്നാണ്. ഓപ്ഷൻ എ കഷത്തിലിരിക്കുന്നത് വീഴുകയരുത്, ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുകയും വേണം. ബി മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ എന്നുള്ളത്. സി അമ്മയോട് കൂടി മരിക്കുകയും വേണം, അച്ഛനോട് കൂടി ഇരിക്കുകയും വേണം. ഡി പാല് കൊടുത്ത കയ്യിന് തന്നെ കൊത്ത് കിട്ടുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. മധുരിച്ചിട്ട് തുപ്പാനും വേയ, കഴിച്ചിട്ട് ഇറക്കാനും വേല. 98 ചേതർലങ്കാണ്. ചെട്ടിച്ചി, ചെട്ടി, ചെട്ട, ചെട്ടൻ, ചെട്ടിച്ചൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ചെട്ടി. മഞ്ഞപ്പട്ടുടുത്തവൻ എന്ന അർത്ഥം വരുന്ന പദം ഏത് എന്നാണ്. പീതാംബരൻ, ശ്വേതാംബരൻ, ഹരിതാംബരൻ. സോ ഇത് മഞ്ഞ എന്ന് പറയുമ്പോഴേ പീത ആണ് കറക്റ്റ് വാക്ക് വരുന്നത്. പീത കളറാണ്. സോ ഇത് ഓപ്ഷൻ ബി പീതാംബരനാണ് കറക്റ്റ് ആൻസർ. ധൃതി എന്ന പദത്തിന്റെ അർത്ഥമാണ് 1 ഉറപ്പ്, 2 സ്ഥൈര്യത്തിൽ, 3 തിടുക്കം, 4 വേഗം. സോ ഈ 4 ശരിയാണ്. സോ ഓപ്ഷൻ ഡി എല്ലാം ശരി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. സോ ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മാത്സും മെൻ്റൽ എബിലിറ്റിനെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അത് വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ്. സോ നിങ്ങൾ അടുത്ത സ്റ്റേജ് എക്സാം എഴുതുന്നവരാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോകാം. എന്തായാലും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ എന്തെങ്കിലും കിട്ടുന്നതായിരിക്കും. സോ ഇതിനകത്ത് തന്നെ ഫസ്റ്റ് സ്റ്റേജിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. സോ അത് കാണാത്തവരാണെങ്കിൽ അതുകൂടി കാണാം. സോ ഓൾ ദി വെരി ബെസ്റ്റ്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോയുടെ ലിങ്ക് ഞാൻ അറ്റാച്ച് ചെയ്തിരിക്കാം. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. Bye-bye.